അബ്ദുൾ വഹാബിനെ പാണക്കാട് തങ്ങൾ ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഉന്നതാധികാര സമിതിയാണ് തീരുമാനമെടുത്തത്. വീഴ്ചകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്ന് അബ്ദുൾ വഹാബ് പ്രതികരിച്ചു. പാണക്കാട് തങ്ങളുടെ തീരുമാനം വളരെ സന്തോഷത്തോടുകൂടി അംഗീകരിക്കുകയാണെന്ന് KPA മജീദ് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃയോഗങ്ങളും പ്രവർത്തക സമിതിയും സമവായത്തിലെത്താനാവാത്തതോടെയാണ് ഹൈദരലി തങ്ങളെ ചുമതലപ്പെടുത്തിയത്. തങ്ങളുടെ തീരുമാനം ഇതായിരുന്നു: രാജ്യസഭ സ്ഥാനാർത്ഥിയായി PV അബ്ദുൾ വഹാബ് സാഹിബിനെ ഞാൻ അഭിപ്രായപ്പെടുന്നു. 2004 മുതൽ 2010 വരെ രാജ്യസഭാംഗമായിരുന്ന വഹാബ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. വീണ്ടും രാജ്യസഭയിലേക്ക് അയക്കുന്നത് പാർട്ടി നൽകിയ അംഗീകാരമാണെന്നായിരുന്നു വഹാബിന്റെ പ്രതികരണം. വളരെ സന്തോഷം തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ജോലി ചെയ്തതിനേക്കാളും കൂടുതൽ ജോലി ചെയ്യാനുള്ള ആവേശവും പരിചയം കൊണ്ടും അത് സാധിക്കുമെന്നില്ല ആത്മാർത്ഥ വിശ്വാസമുണ്ട്. ദൈവസഹായത്താൽ. വിവാദമായ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തിപരമാണെന്നും കാരണവരുടെ അഭിപ്രായത്തോടൊപ്പം നിൽക്കുന്നുവെന്നും മുനവ്വർ അലി തങ്ങൾ പറഞ്ഞു. ഏത് തീരുമാനവും അത് അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പത്രത്തിലുള്ള ഒരു അഭിപ്രായം എനിക്ക് ഇന്നലെ പറയേണ്ടി വന്നു. പക്ഷെ ഇന്ന് ഒന്നിച്ച് അളാപ്പയമായിരുന്ന് നമ്മളത് പ്രഖ്യാപിക്കുമ്പോൾ ഒന്നിച്ച് നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ കുടുംബം വളരെ ഒറ്റക്കെട്ടായി എല്ലാ രീതിയിലും പാർട്ടിക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കും. തങ്ങളുടെ തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് KPA മജീദും പ്രതികരിച്ചു. പാർട്ടിയുടെ ഒരു കീഴ്വഴക്കനുസരിച്ച് തങ്ങൾ അധികാരപ്പെടുത്തി കഴിഞ്ഞാൽ തങ്ങളെടുക്കുന്ന തീരുമാനമാണ് പാർട്ടി തീരുമാനം. അതാണ് എല്ലാവരും അംഗീകരിക്കുക. മുസ്ലിം ലീഗിൽ 2 അധികാര കേന്ദ്രങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം നടത്തിയ ശ്രമങ്ങൾക്ക് തിരിച്ചടി കൂടിയായി ഇന്ന് പാണക്കാട് നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം. പാണക്കാട് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. രാജ്യസഭയിലേക്കുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥി KK രാഗേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 11 മണിക്ക് നിയമസഭയിലെത്തി നിയമസഭാ സെക്രട്ടറിക്കാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. രാജ്യസഭയിലേക്കുള്ള LDF പ്രതിനിധിയായി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KK രാഗേഷ് നിയമസഭാ സെക്രട്ടറി PD ശാരംഗധരന് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ, CPI നിയമസഭാ കക്ഷി നേതാവ് C ദിവാകരൻ, മാത്യു T തോമസ്, PK ശ്രീമതി ടീച്ചർ എന്നിവരോടൊപ്പം എത്തിയായിരുന്നു KK രാഗേഷ് പത്രിക സമർപ്പിച്ചത്. 2 സെറ്റ് നാമനിർദ്ദേശ പത്രികകളാണ് KK രാഗേഷ് സമർപ്പിച്ചത്. KK രാഗേഷിന് 1800 സ്ക്വയർ ഫീറ്റ് വീടടക്കം 15,5168 രൂപയാണ് സ്ഥാവര ജംഗമ സ്വത്തുക്കളായുള്ളത്. ഭാര്യ പ്രിയ വർഗീസിന്റെ പേരിൽ 4,57,684 രൂപയുടെ ആസ്തിയും 2001 മോഡൽ ഹുണ്ടായി കാറും 10 പവൻ സ്വർണവുമുണ്ട്. KK രാഗേഷിന് ബാങ്ക് നിക്ഷേപമായി 6,606 രൂപയും ഭാര്യ പ്രിയ വർഗീസിന് 502 രൂപയും മാത്രമാണുള്ളത്. 2,70,752 രൂപയുടെ ബാങ്ക് ലോണുമുണ്ട്. വരുന്ന തിങ്കളാഴ്ച 3 മണിവരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. ഏപ്രിൽ 7 രാവിലെ സൂക്ഷ്മ പരിശോധന നടക്കും. ഏപ്രിൽ 20 രാവിലെ 9 മണി മുതൽ 4 മണി വരെയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് പ്രതിനിധിയായി വയലാർ രവിയും ലീഗ് പ്രതിനിധിയായി PV അബ്ദുൾ വഹാബും CPIയുടെ പ്രതിനിധിയായി AYF നേതാവ് രാജനും തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കും. S ജീവൻകുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ പൂട്ടിയതിനു പിന്നാലെ സംസ്ഥാനത്ത് മദ്യവിൽപ്പന കുത്തനെ കൂടി. ബാർ പൂട്ടിയതിന് തൊട്ടടുത്ത ദിവസം ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത്. 38.37 കോടി രൂപയുടെ മദ്യമാണ് വ്യാഴാഴ്ച മാത്രം വിറ്റഴിഞ്ഞത്. മാർച്ച് 2 വിൽപ്പന 30 കോടി രൂപയായിരുന്നു. സംസ്ഥാനത്ത് മാർച്ച് 31 രാത്രി 10 മണിയോടെയാണ് 5 സ്റ്റാർ ഒഴികെയുള്ള ബാറുകൾക്ക് ഹൈക്കോടതി വിധി പ്രകാരം താഴെ വീണത്. ഏപ്രിൽ 2 വ്യാഴാഴ്ച, അതായത് ബാറടഞ്ഞ് 1 ദിവസം കഴിഞ്ഞപ്പോൾ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ വഴി മദ്യത്തിന്റെ റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത്. ബെവ്കോയിൽ 38.27 കോടി രൂപയുടെ മദ്യമാണ് ഈ 1 ദിവസം മാത്രം വിറ്റഴിഞ്ഞത്. മാർച്ച് 2 ഇത് 30.6 കോടി മാത്രമായിരുന്നു. ബജറ്റ് നിർദ്ദേശപ്രകാരം ഏപ്രിൽ 1 മുതൽ സംസ്ഥാനത്ത് മദ്യത്തിന്റെ വിൽപ്പന നികുതി വർദ്ധിച്ചിരുന്നു. എന്നാൽ നികുതി വർധനവ് ഒഴിച്ചു നിർത്തിയാലും 22% വർധനവാണ് ബെവ്കോയിൽ നടന്നത്. കൺസ്യൂമർ ഫെഡിലും മദ്യവിൽപ്പനയിൽ വർധനവുണ്ടായിട്ടുണ്ട്. 5% വരെയാണ് വർധനവ്. ബിവറേജസിന്റെ 40 ഔട്ട്ലെറ്റുകളിലും ഈ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദ്യ ഉപഭോഗത്തിലും സംസ്ഥാനത്ത് വർധനവുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ 3 കോൺഗ്രസ് മന്ത്രിമാരെ പ്രതിയാക്കണമെന്ന ലോകായുക്തയിൽ ഹർജി. കെ ബാബു, രമേശ് ചെന്നിത്തല, VS ശിവകുമാർ എന്നിവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. വഞ്ചൂർ കോടതി വളപ്പിൽ വെച്ച് ബിജു രമേശ് കെ ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് 2ാം ബാർക്കോഴ ആരോപണമായി കണ്ട് ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തണമെന്നാണ് പൊതുപ്രവർത്തകനായ പായിച്ചിറ നവാസ് നൽകിയ ഹർജിയിൽ പറയുന്നത്.
അതേസമയം ബാർ കോഴ കേസിൽ മാണിക്കെതിരെ കേസെടുത്തതിൽ ചെന്നിത്തലയോട് യോജിക്കുന്നുവെന്ന് ആര്യാടൻ മുഹമ്മദ് വ്യക്തമാക്കി. നേതാക്കൾക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്, എന്നാൽ അണികൾക്കിടയിൽ അതില്ലെന്നും ആര്യാടൻ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് പാർട്ടിയിൽ രണ്ടഭിപ്രായമില്ല. അതിൽ രമേശ് ചെന്നിത്തല ചെയ്തത് അംഗീകരിക്കണവരാണ് കോൺഗ്രസിലുള്ള മുഴുവൻ ആളുകളും. മുഖ്യമന്ത്രി അത് പറഞ്ഞ ഒരു സംശയമല്ല. മനസ്സിലായോ? മാണിക്കെതിരായ കേസിൽ മുഖ്യമന്ത്രിയുടെയും ചെന്നിത്തലയുടെയും നിലപാട് ഒന്നാകുന്നത് എങ്ങനെയെന്ന് VS അച്യുതാനന്ദൻ ചോദിച്ചു. മാണിയെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കാൻ നിർദ്ദേശിച്ചത് ചെന്നിത്തലയാണ്. വിശുദ്ധിയുടെ നാളിൽ ഉമ്മൻചാണ്ടി കല്ലുവെച്ച നുണ പറയുന്നുവെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. കയർ തൊഴിലാളികളുടെ സമരം ഒത്തുതീർന്നു. തൊഴിലാളി സംഘടനാ പ്രതിനിധികളും മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പായത്. കയർ തൊഴിലാളി പെൻഷൻ 600 ഉയർത്തും. കെട്ടിക്കിടക്കുന്ന കയർ സംഭരിക്കാനും ഇന്ന് നടത്തിയ ചർച്ചയിൽ ധാരണയായി. കയർ മേഖലയിലെ വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ റവന്യൂ മന്ത്രി അടൂർ പ്രകാശുമായി 6.5 മണിക്കൂർ നീണ്ട ചർച്ച. ഒടുവിൽ കയർ തൊഴിലാളികളുടെ വീറും വാശിയുമേറിയ പ്രതിഷേധ സമരത്തിനു മുന്നിൽ സർക്കാർ മുട്ടുമടക്കി. കയർ മേഖലയ്ക്ക് വേണ്ടി തൊഴിലാളി നേതാക്കൾ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ മന്ത്രി പൂർണ്ണമായി അംഗീകരിച്ചതോടെ 24 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്നുവന്ന രാപ്പകൽ കയർ പിരിക്കൽ സമരം തൊഴിലാളികൾ അവസാനിപ്പിച്ചു. കയർ സംഭരിച്ച വകയിൽ കുടിശ്ശിക വരുത്തിയ 6.5 കോടിയോളം രൂപ സർക്കാർ കൊടുത്തു തീർക്കും. സംഘങ്ങളിൽ സ്റ്റോക്കുള്ള കയർ ഫണ്ട് സംഭരിക്കും. കയർ മേഖലയിലെ തൊഴിൽ രഹിതരെക്കുറിച്ച് പഠനം നടത്താൻ പ്രത്യേക കമ്മിറ്റി, പിരിഞ്ഞുപോകുന്ന സഹകരണ സംഘം ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി, പെൻഷൻ തുക ഉയർത്തുക തുടങ്ങി 10ഓളം ആവശ്യങ്ങൾക്കാണ് സർക്കാർ പച്ചക്കൊടി കാട്ടിയത്. സംഘടിത സമരത്തിന്റെ പൂർണ്ണ വിജയമാണ് കയർ തൊഴിലാളികൾ നേടിയെടുത്തതെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ തോമസ് ഐസക് MLAയും CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദനും പറഞ്ഞു. ഈ സമരത്തിന്റെ കരുത്ത് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കയർ തൊഴിലാളികൾ ഒറ്റക്കല്ല, ഇവിടുത്തെ മറ്റ് ട്രേഡ് യൂണിയനുകൾ, ബഹുജന സംഘടനകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സമരത്തോടൊപ്പം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ സമരം ഒത്തുതീർപ്പിലെത്തിക്കുന്നതിന് കഴിഞ്ഞിട്ടുള്ളത്. 24 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്ന് മന്ത്രി ഇതുപോലൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ തയ്യാറായത്. ഇന്നത്തെ മീറ്റിംഗിൽ 6.5 മണിക്കൂർ സമയം നീണ്ടുനിന്ന ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം തന്നെ അത് അംഗീകരിക്കാൻ ഗവൺമെന്റ് നിർബന്ധിതമാണ്. മാർച്ച് 12 മുതലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കയർ തൊഴിലാളികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. കയർ മേഖലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമായി മാറുകയാണ് പുതിയ സർക്കാർ തീരുമാനം. സമരം ഫലം കണ്ട സാഹചര്യത്തിൽ നേതാക്കളുടെ സാന്നിധ്യത്തിൽ തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ച് നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ബിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചന്ദ്രബോസ് വധക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ നിസാമിന്റെ ഭാര്യ ഉൾപ്പെടെ 100ഓളം സാക്ഷികളുണ്ട്. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന കുറ്റപത്രത്തിൽ പറയുന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായ CP ഉദയഭാനു, അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർമാരായ റോബ്സൺ പോൾ, TS രാജൻ, അഡ്വക്കേറ്റ് സലിൽ നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ പേരാമംഗലം CI PC ബിജുകുമാർ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. നിസാമിന് ചന്ദ്രബോസിനുണ്ടായിരുന്ന മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കി. അർദ്ധരാത്രി വാഹനങ്ങൾ കടത്തിവിടുന്നത് സംബന്ധിച്ച തർക്കങ്ങളാണ് നിസാമിനെ ചൊടിപ്പിച്ചത്. പലപ്പോഴും നിസാം ചന്ദ്രബോസിനെ ഭീഷണിപ്പെടുത്തിയതായി സാക്ഷിമൊഴിയുണ്ട്. കേസിൽ 111 പേരെ സാക്ഷികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 141 തെളിവുകളാണ് ഉള്ളത്. ഇതിൽ 43 തെളിവുകൾ മെറ്റീരിയൽ ഒബ്ജക്റ്റുകളും 124 IT റെക്കോർഡുകളുമാണ്. ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുറ്റപത്രത്തിന് 2000 പേജുകളുണ്ട്. സംഭവം നടക്കുന്ന സമയത്ത് നിസാമിന്റെ ഒപ്പമുണ്ടായിരുന്ന ഭാര്യ അമലിനെ 11ാം സാക്ഷിയായി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൃക്സാക്ഷികളെയാണ് കുറ്റപത്രത്തിൽ പ്രധാന തെളിവായി മുമ്പോട്ട് വയ്ക്കുന്നത്. പ്രോസിക്യൂഷൻ അഭിഭാഷക സംഘത്തിലെ അംഗം അഡ്വക്കേറ്റ് റോബ്സൺ പോൾ. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ഈ സംഭവം കണ്ടവരാണ്. ആ ആളുകൾ ഒരു വഴിക്കും ഒരു രീതിയിലും വഴിതെറ്റി പോകാത്തതായിട്ടുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഇതിന്റെ അന്വേഷണം ഞങ്ങൾ ആ ഭാഗത്ത് പൂർത്തിയാക്കിയിട്ടുള്ളത്. കൊലപാതകം IPC 302, അതിക്രമിച്ചു കയറൽ IPC 449, അക്രമം IPC 326 എന്നീ വകുപ്പുകൾ പ്രകാരം കുറ്റം ചുമത്താനാണ് നിർദ്ദേശം. കേസിനെ 3 ഘട്ടങ്ങളായി തിരിച്ചാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. ചന്ദ്രബോസിന്റെ മരണമൊഴി രേഖപ്പെടുത്താതിരുന്നതുൾപ്പെടെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന വീഴ്ചകളെ മറികടക്കാവുന്ന തെളിവുകളാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് പ്രോസിക്യൂഷൻ അഭിഭാഷകർ അറിയിച്ചു. ഏപ്രിൽ 10 മുതൽ കോടതി അവധിയായതിനാൽ കേസ് അതിവേഗ കോടതിയിലേക്ക് നീക്കാനും അപേക്ഷ നൽകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. യമനിലെ മുക്കല്ലയിൽ നഴ്സുമാർക്ക് തീവ്രവാദികളുടെ ഭീഷണി. 28 മലയാളി നഴ്സുമാർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജമാലുദ്ദീൻ ചേരുന്നു. ജമാലുദ്ദീൻ, ഇവരെ രക്ഷപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ?
യമനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 28 മലയാളി നഴ്സുമാർ അത്യന്തം ഭീതിയിൽ കഴിയുന്നു. ഒപ്പം തന്നെ ഏതാണ്ട് സനയിൽ മാത്രം 2000-ഓളം ഇന്ത്യക്കാർ, മലയാളികൾ ഉൾപ്പെടെ 2000-ഓളം ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവരെ പുറം ലോകത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ അധികൃതർ ഒരു ഭാഗത്ത് നടത്തുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും ഫലപ്രദമായിട്ടില്ല. ഇന്ന് ഏതാണ്ട് 322 ഇന്ത്യക്കാരെ ഇന്ന് സനയിൽ നിന്ന് ജിബൂത്തിൽ എത്തിച്ചു. ഇവരെ പിന്നീട് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ കൂടുതൽ വിമാനം സനയിൽ എത്തും എന്നാണ് കരുതുന്നത്. അതേസമയം തന്നെ ഏതൻ തുറമുഖത്ത് 2 കപ്പലുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. INS സുമിത്ര, INS മുംബൈ എന്നീ കപ്പലുകൾക്ക് ഏതൻ തീരത്തെത്തിയിട്ടുണ്ടെങ്കിലും തുറമുഖത്തേക്ക് കരയിലേക്ക് എത്താനുള്ള അനുമതി ലഭിച്ചിട്ടില്ല. ഇവരെ ചെറിയ ബോട്ടുകളിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ ചെറിയ ബോട്ടുകളിൽ കപ്പലിൽ എത്തിച്ച് അവിടെ നിന്ന് ജിബൂട്ടിൽ എത്തിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. ജമാലുദ്ദീനാണ് വിവരങ്ങൾ കൈമാറിയത്. യമനിൽ ഇപ്പോഴും മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ വേണ്ടത്ര രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ജമാലുദ്ദീൻ റിപ്പോർട്ട് ചെയ്യുന്നത്. BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ കൃഷ്ണദാസ് പക്ഷ നേതാക്കൾ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ വെച്ച് പാർട്ടി അധ്യക്ഷൻ അമിത് ഷായ്ക്ക് പരാതി നൽകി. സംസ്ഥാന നേതൃത്വം അണികളെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നാണ് പരാതി. BJP സംസ്ഥാന ഘടകത്തിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് യുദ്ധം നിർവാഹക സമിതി യോഗത്തിലും വിഷയമായി. സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരനെതിരെ കൃഷ്ണദാസ് പക്ഷം ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് പരാതി നൽകി. പാർട്ടി അണികളെ നേതൃത്വം വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര നേതൃത്വം ഇടപെടണമെന്നും കൃഷ്ണദാസ് പക്ഷം ആവശ്യപ്പെട്ടു. അതേസമയം ദേശീയ നേതൃത്വത്തിലെ ഭിന്നിപ്പും നിർവാഹക സമിതി യോഗത്തിൽ പ്രതിഫലിച്ചു. മുതിർന്ന നേതാവ് LK അദ്വാനി നേതൃത്വത്തിനോടുള്ള എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ച് യോഗത്തിൽ പ്രസംഗിച്ചില്ല. പാർട്ടിയിൽ വാജ്പേയി അദ്വാനി യുഗം അവസാനിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇത് നൽകുന്നത്. പാർട്ടി രൂപീകരിച്ചതു മുതൽ നിർവാഹക സമിതി അംഗങ്ങളായിരുന്ന വാജ്പേയിയെയും അദ്വാനിയെയും അമിത്ഷാ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷമാണ് സമിതിയിൽ നിന്നും നീക്കിയത്. ഇവർക്ക് മാർഗദർശക് മണ്ഡൽ എന്ന സമിതിയിലാണ് നിലവിൽ സ്ഥാനമുള്ളത്. ദേശീയ നിർവാഹക സമിതി യോഗം അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ മോഡി സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കർമ്മ പദ്ധതികൾക്കാണ് ഊന്നൽ നൽകുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി അന്ത്യോദയ എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിക്കും. ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതി ബില്ലിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളെ നേരിടാനും യോഗം തീരുമാനിച്ചു. കർഷകരുടെ ഇടയിൽ നേരിട്ട് ഇറങ്ങിച്ചെന്ന് പ്രചരണം നടത്താനാണ് തീരുമാനം. ആസന്നമായ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾക്കും നിർവാഹക സമിതി യോഗം രൂപം നൽകി. M സന്തോഷ്, ദില്ലി. ദുഃഖവെള്ളിയാഴ്ച ജസ്റ്റിസുമാരുടെ യോഗം വിളിച്ചതിനെതിരെ പ്രതിഷേധിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് കുര്യൻ ജോസഫ് പ്രധാനമന്ത്രിയുടെ അത്താഴ വിരുന്നിലും പങ്കെടുക്കില്ല. ഇതു സംബന്ധിച്ച കുര്യൻ ജോസഫ് പ്രധാനമന്ത്രിക്കും കത്തയച്ചു. രാജ്യത്തിന്റെ അഖണ്ഡതയും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് കുര്യൻ ജോസഫ് ആവശ്യപ്പെട്ടു. ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ ജസ്റ്റിസുമാരുടെ വാർഷിക യോഗം വിളിച്ച ചീഫ് ജസ്റ്റിസിന്റെ നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് സുപ്രീംകോടതി ജസ്റ്റിസ് കുര്യൻ ജോസഫ്. യോഗത്തിനെതിരെ ചീഫ് ജസ്റ്റിസ് HL ദത്തൂന് കത്തെഴുതിയ കുര്യൻ ജോസഫ് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരാതി കത്തയച്ചു. യോഗം അവസാനിക്കുന്ന ഈസ്റ്റർ ദിനം രാത്രി ജസ്റ്റിസുമാർക്കായി നരേന്ദ്രമോദി നൽകുന്ന അത്താഴ വിരുന്നിൽ നിന്നും കുര്യൻ ജോസഫ് വിട്ടുനിൽക്കും. അത്താഴ വിരുന്ന് ദിവസം ഈസ്റ്റർ ദിനാഘോഷങ്ങൾക്കായി കുടുംബത്തോടൊപ്പം കേരളത്തിലായിരിക്കും എന്നാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ദുഃഖവെള്ളിയാഴ്ചത്തെ യോഗത്തോടുള്ള കടുത്ത പ്രതിഷേധം ജസ്റ്റിസ് വ്യക്തമാക്കുന്നുണ്ട്. ദീപാവലി, ഹോളി, ഈദ്, ദസ്ര, ഈസ്റ്റർ, ക്രിസ്മസ് ദിവസങ്ങളിൽ പ്രധാന യോഗങ്ങൾ വിളിക്കുന്ന പതിവില്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന രാജ്യത്തിന്റെ കാഴ്ചപ്പാടാണ് കാരണം. യഹൂദർ, സൗരാഷ്ട്രർ തുടങ്ങി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ലോകമെങ്ങും ആക്രമണമുണ്ടായപ്പോൾ അഭയം നൽകിയ രാജ്യമാണ് ഇന്ത്യ എന്നോർക്കണം. ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം കത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സുഹൃത്തുക്കൾ തന്നെ ഒറ്റിക്കൊടുത്തതായി വിശ്വസിക്കുന്നില്ലെന്ന് നടൻ ഷൈൻ ടോം ചാക്കോ. ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി സ്വാതന്ത്ര്യമാണെന്ന് തിരിച്ചറിഞ്ഞു. താൻ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നാളെ തുടങ്ങുമെന്നും ഷൈൻ ടോം ചാക്കോ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം തന്നെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്നും തനിക്കെതിരെ കേസുണ്ടായിട്ടും സിനിമാ രംഗത്തു നിന്നും പൂർണ്ണ പിന്തുണ തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും ഷൈൻ ടോം ചാക്കോ പറഞ്ഞു. കേസിനെ പറ്റി ഇപ്പോഴൊന്നും പറയാനാവില്ലെന്നും കോടതിയിൽ സത്യം തെളിയിക്കുമെന്നും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ച് മറ്റൊരു ദിവസം പറയുമെന്നും ഷൈൻ പറഞ്ഞു. പറയേണ്ടതാണ്, ഞാൻ പറയും. പക്ഷേ അതിനുള്ള അനുമതി എനിക്കില്ല. ഇപ്പോൾ ഐ ആം അണ്ടർ ബെയിൽ. ട്രാപ്പിൽ പെടുകയായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്രയും കാലത്തെ വാർത്തകളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തോന്നിയതാണ്. കഴിഞ്ഞ 60 ദിവസം താൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ വേദന തന്റെ മാതാപിതാക്കൾ അനുഭവിച്ചു.
എൻ്റെ അച്ഛനും അമ്മയും അനുഭവിച്ച വേദന അതെനിക്കൊരിക്കലും പറഞ്ഞു തരാൻ സാധിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ 60 ദിവസങ്ങളിലായി വന്ന വാർത്തകളും ഞാനിപ്പോൾ ഈ 2-3 ദിവസം കൊണ്ടെല്ലാം വാർത്തകളും വായിക്കുകയായിരുന്നു. വാർത്തകളും ചാനലിൽ വന്ന പരിപാടികളൊക്കെ യൂട്യൂബിൽ നിർത്തി കണ്ടത്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മാതാപിതാക്കൾ എങ്ങനെയാണ് ആ സമയം കടന്നുപോയെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ജയിൽവാസം തന്റെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് ഷൈൻ ഇങ്ങനെ പറഞ്ഞു. 60 ദിവസം കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി സ്വാതന്ത്ര്യമാണ്. ആകാശം കാണാനും കുട്ടികളെ കാണാനും നമ്മുടെ ഇഷ്ടത്തിന് വെള്ളം ഉപയോഗിക്കാം, നമ്മുടെ ഇഷ്ടത്തിന് കിടക്കാം, ഇരിക്കാം. സ്വാതന്ത്ര്യത്തിനേക്കാൾ വലിയൊരു ലഹരിയില്ല. KM ഉമേഷ്, കൊച്ചി. സദാചാര പോലീസ് യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് നീതിപൂർവമായി ഇടപെടണമെന്ന് പിണറായി വിജയൻ. സദാചാര ഗുണ്ടകളുടെ രാഷ്ട്രീയ ദൗത്യം തിരിച്ചറിയണമെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. സ്ത്രീ പുരുഷ സൗഹൃദങ്ങളെല്ലാം സദാചാര ലംഘനമെന്ന് ആരോപിക്കരുത്. സമാന സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനെതിരെ കർശന നടപടിയെടുക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. പീപ്പിൾ എക്സ്ക്ലൂസീവ്. സർക്കാരിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വർധനവ് വ്യാപാരികൾക്ക് ഇരുട്ടടിയാകുന്നു. കടമുറികളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ 42% വർധനവാണ് വരുത്തിയിരിക്കുന്നത്. കടമുറി വാടകയ്ക്കെടുക്കുന്നവർ 4000 രൂപയിൽ കൂടുതൽ സർക്കാരിലേക്ക് നൽകേണ്ടി വരും. വ്യാപാരികളെ ഏറെ ദോഷകരമായി ബാധിക്കുന്നതാണ് പുതിയ സ്റ്റാമ്പ് ഡ്യൂട്ടി ഭേദഗതി. ഏപ്രിൽ 1 മുതൽ ഏത് കടമുറി വാടകയ്ക്കെടുക്കണമെങ്കിലും ഇനി മുതൽ രജിസ്ട്രാർ ഓഫീസിലും രജിസ്ട്രേഷൻ നിർബന്ധമാണ്. നിലവിൽ ഇത് പഞ്ചായത്തിൽ മാത്രം മതിയായിരുന്നു. പ്രതിമാസം 6000 രൂപ വാടകയുള്ള കടയ്ക്ക് ഇനി മുതൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ 3000 രൂപയും 2% രജിസ്ട്രേഷൻ ചാർജായ 1200 രൂപയും അടക്കം 4200 രൂപ പ്രതിവർഷം സർക്കാരിലേക്ക് മാത്രമായി അടയ്ക്കണം. 10 ലക്ഷത്തോളം ചെറുകിട കടകളിൽ നിന്ന് ഈ ഇനത്തിൽ 420 കോടി രൂപയാണ് സർക്കാർ ഈ സാമ്പത്തിക വർഷം പിരിച്ചെടുക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പ് വരെ 100 രൂപയായിരുന്ന കരാർ തുകയാണ് ഒറ്റയടിക്ക് 4200 രൂപയായി സർക്കാർ വർദ്ധിപ്പിച്ചത്. 11 മാസത്തെ വാടക കണക്ക് കൂട്ടി അതിൻ്റെ 6% പിന്നെ 2% രജിസ്റ്റർ ഫീസും ആക്കി. പവർ ഓഫ് അറ്റോർണിയുടെ പത്രം കൂട്ടി, അൺവാലിഡ് അഗ്രിമെൻറ്റിൻ്റെ പത്രം കൂട്ടി, അതുപോലെ രജിസ്ട്രേഷൻ ഫീസുകളും കൂട്ടിയിട്ടുണ്ട്. പാവപ്പെട്ടവർ വലിയ ബുദ്ധിമുട്ടിലാണ്. 42 മടങ്ങ് വർധനവാണ് ഈ കാര്യത്തിൽ വന്നിരിക്കുന്നത്. അമിതമായ നികുതി വർധനവ് താങ്ങാനാവില്ലെന്നാണ് ചെറുകിട കടക്കാർ പറയുന്നത്. നീതികേടെന്ന് പറഞ്ഞാൽ വരുമാനമില്ലാത്ത സാധാരണ നമ്മളെ പോലുള്ളവർക്ക് ഒരു നീതികേടാണത്. ഇത്രയും വലിയ ഒരു ശതമാനം വരുന്നത് നീതികേട് തന്നെ. ഇനി വേറെന്തെങ്കിലും വിറ്റ് ചിലപ്പോൾ അടയ്ക്കേണ്ട ഒരു സ്ഥിതി വരും. ഇത് കൊലച്ചതി എന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞ് പതുക്കെ പറയാൻ പറ്റില്ല, ഉറച്ചു തന്നെ പറയണം. കൊലച്ചതിയാണ്. ഇതുകൂടാതെ വാടക വീട്ടിൽ താമസിക്കുന്നവർക്കും കിട്ടി ബഡ്ജറ്റ് വക പ്രഹരം. വാടകക്കാർക്കും ഇനി മുതൽ ഈ നിബന്ധന ബാധകമാവും. 3.5 കോടിയിലേറെ മലയാളികൾ 75 ലക്ഷത്തോളം ആളുകൾ വാടക വീട്ടിൽ താമസിക്കുന്നു എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. വാടക വീട്ടിൽ താമസിക്കുന്നവർക്കും ഈ നിബന്ധന കർക്കശമാക്കിയതോടെ സർക്കാർ ഉദ്യോഗസ്ഥരും ഇടത്തരം വരുമാനക്കാരും 3000 മുകളിലോട്ട് തുക സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതായി വരും. സാധാരണക്കാർക്കും വ്യാപാരികൾക്കും ഏറെ ദോഷം ചെയ്യുന്ന സ്റ്റാമ്പ് ആക്ടിലെ വിവാദ ഭേദഗതി സർക്കാർ പാസാക്കിയത് നിയമസഭയിലെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിലാണ്. സാധാരണക്കാരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയാണോ സർക്കാർ പൊതുഖജനാവിലേക്ക് മുതൽ കൂട്ടേണ്ടത്? എല്ലാം ജനം വിലയിരുത്തട്ടെ. ക്യാമറമാൻ ദേവദത്തിനൊപ്പം എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ഹലോ യൂട്യൂബ്, മൈ നെയിം ഇസ് ലക്ഷ്മി മേനോൻ. വെൽക്കം ടു മൈ ചാനൽ. സോ FBയിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ ടോൺ. സമഗ്ര സംഭാവന അവാർഡ് 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ് സ്പീഡ്.